ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടോ. നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമായിരിക്കും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ സ്റ്റൈലിൽ നല്ലൊരു ഫ്രൈ ആണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നല്ല കഷ്ണം ചിക്കൻ നോക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ചും അത് ഒത്തിരി മതി കേട്ടോ. അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മുളക് പുരട്ടിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ പാനിൽ ഒന്ന് പൊരിച്ച് കോരിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ ഒരു ഫ്രൈ പാനിലേക്ക് തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. കുറച്ച് കറിവേപ്പിലും അതുപോലെ കുറച്ച് വറ്റൽമുളക്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബാലൻസ് വന്നേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റും, പിന്നെ ഒരു 2 സവാളയോളം, പിന്നെ ഒരു നുള്ള മുളക് പൊടിയും ഗരം മസാലപ്പൊടി, ഗ്രാമ്പു ഏലക്കപ്പട്ട പൊടിച്ചതും ആവശ്യം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി വെള്ള എള്ളം ഉണ്ടെങ്കിൽ വെള്ള എള്ളം ഇട്ട് കൊടുക്കാം. വെള്ള എള്ളം നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ലുക്കാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി കറിവേപ്പിലും വെള്ള എള്ളം കൊണ്ട് തൂളിയിട്ടെടുത്തിട്ടുണ്ട്.